ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ടു കോയിൻ ഫോർജ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ചെയ്യാൻ എന്നെ നിർബന്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ കുറച്ച് ഫീഡ്ബാക്കുകളായിരുന്നു. അതായത് നമ്മൾ ഹൈസ്കൂൾ സമയത്ത് മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് ഒക്കെ എടുത്ത് പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാണ് മറ്റൊന്നിൻ കർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാക്കിയ അലങ്കൃതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വൃത്തങ്ങളും അലങ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇത്ര നാളും കരുതിയിരുന്നത് പല പ്രൊജക്റ്റുകളും വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, അതേപോലെ തന്നെയായിരിക്കും ഇത് എന്നുള്ള ഒരു ആശങ്കയുടെ പുറത്ത് നിന്നിരുന്നു എന്നുള്ളത് ഇന്നലെ ആ വീഡിയോയ്ക്ക് കിട്ടിയിരുന്ന എനിക്ക് വന്ന ഫീഡ്ബാക്കുകളും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസുകളും അത്തരത്തിലുള്ളതായിരുന്നു. ഞാൻ അവിടെ ആ ടോക്കൻ്റെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ അസറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ അത് ഒന്നുകൂടി ക്ലാരിറ്റി തരണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 നേരം നേരിൽ കണ്ട് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ എല്ലാവരുടെയും സംശയം ഇത് തന്നെയായിരുന്നു. ഒരുപാട് കോയിൻ പ്രൊജക്റ്റുകൾ മാർക്കറ്റിൽ വന്ന ഒരുപാട് പേരുടെ ഫണ്ട് കളക്ട് ചെയ്ത് പോയിട്ടുണ്ട്. കുറേ പേരുടെ കയ്യിൽ ടോക്കൺസ് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോയിൻസ് ഇരിക്കുന്നുണ്ട്. ഇത് എന്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ മാർക്കറ്റിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആശങ്ക ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ 10 മാസമായിട്ട് കോയിൻ ഫോർജുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുവിധം അല്ലെങ്കിൽ മിക്ക വീഡിയോസിൽ ഞാൻ പറയുന്ന കാര്യം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ആരാണോ ഈ കോയിൻ ഫോർജ് എന്നുള്ള കൺസെപ്റ്റ് കണക്ട് ചെയ്ത് തന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ തന്നത്, അദ്ദേഹവുമായിട്ട് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക, ആശങ്കകൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ് പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആശങ്ക മാറ്റിയാൽ കോയിൻ ഫോർജ് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ആ ആശങ്ക മാറ്റണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആർക്കാണോ അതിൽ ആശങ്കയുള്ളത് ആ വ്യക്തിയാണെന്ന് മാത്രം. നിങ്ങളാണെങ്കിൽ നിങ്ങളാണ് അതിനുള്ള തീരുമാനം എടുക്കേണ്ടത്, ആശങ്ക മാറ്റാനായിട്ടുള്ളത്. മാറ്റിത്തരാൻ അല്ലെങ്കിൽ ആശങ്ക തീർത്ത് തരാനായിട്ട് ഒരുപാട് ലീഡേഴ്സെന്നോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് എംപവർ എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഒരു 190 2 ടൈപ്പ് കോൺട്രാക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2 സെഗ്മെൻറ്റിലായിട്ട്, ഫോർജ് റേസും അതുപോലെ തന്നെ ഫോർജ് റിവോൾവ് എന്നുള്ള 2 സെഗ്മെൻറ്റിലായിട്ട് അല്ലെങ്കിൽ 2 പ്രൊജക്റ്റുകളിലായിട്ടാണ് ഇപ്പോൾ കോയിൻ ഫോർജ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രീമിയം കൺസെപ്റ്റാണ് ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന ഭാഗം. അതിൽ തന്നെ 2 ടൈപ്പ് കോൺട്രാക്റ്റുകളുണ്ട്. ഒന്ന് ടെർമിനൽ 3, അതുപോലെ തന്നെ ടെർമിനൽ 14 എന്ന പേരിൽ, അതിൻ്റെ മെക്കാനിസത്തിൻ്റെ ഒരു പേരാണത്. അതിൽ നമ്മളൊരു $190 അല്ലെങ്കിൽ നിയർ അറൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ ഒരു 20,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് കോൺട്രാക്ട്, ഈ T3 എന്ന് പറയുന്നതും T14 എന്ന് പറയുന്ന രീതിയിലുള്ള ഈ 2 കോൺട്രാക്റ്റുകൾ, മൊത്തം 4 കോൺട്രാക്റ്റെന്നോ അല്ലെങ്കിൽ 4 സ്ലോട്ടുകളോ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ടോക്കൺസ്, അതായത് ഫ്യൂച്ചറിലേക്കുള്ള ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ആ $190 50%, അതായത് 95 ടോക്കൺസ്. നമുക്ക് ആ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോയ്സാണ്. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാനൊരു 3 to 5 ഇയർ, ഞാൻ അത് തന്നെയാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത്. ഒരു 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഈ ടോക്കൻ്റെ വാല്യൂ ഒരു 1000 രൂപ ആവുകയാണെങ്കിൽ, മിനിമം ഒരു 1000 രൂപ ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ $190 നമ്മൾ 4 സ്ലോട്ട് ആക്ടിവേഷൻ ചെയ്തു, നമുക്ക് 95 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തില്ല. നമ്മൾ ആ ടോക്കൺ ഒരു 5 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ച് സേഫായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. ഒരു 1000 രൂപ റേഞ്ചിലേക്ക് ആ ടോക്കൻ്റെ വാല്യൂ എത്തുകയാണെങ്കിൽ നമുക്കൊരു 95,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ മുടക്കിയിട്ടുള്ള എമൗണ്ട് 20,000 രൂപയായിരിക്കും ടോട്ടൽ. ഒരു 5 വർഷം കൊണ്ട് അതൊരു 95,000 രൂപയിലേക്ക്, അതായത് കോയിൻ്റെ വാല്യൂ ഒരു 1000 രൂപ റേഞ്ചിൽ എത്തുകയാണെങ്കിൽ 95,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. സപ്പോസ് നമ്മളിത് ഒരു വ്യക്തിയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻകം
അതായത് നമ്മൾ ഷെയർ ചെയ്ത വ്യക്തി ആക്ടിവേഷൻ ചെയ്ത് ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ സൈനപ്പ് ചെയ്ത് അദ്ദേഹം ആ 95 ടോക്കൺസ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഏകദേശം 129.5 ഡോളറാണ്, USDT ആണ്. നമുക്ക് ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഒരു 13,350 രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 13,000 രൂപയ്ക്ക് മുകളിൽ ഇന്നത്തെ ഒരു USDT റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് ഒരു റെഫറൽ ബെനിഫിറ്റ് ആയിട്ട് 142.5 ടോക്കൺസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയെ റെഫർ ചെയ്ത സമയത്ത് നമ്മുടെ കയ്യിൽ ടോട്ടൽ 237 ടോക്കൺ ആവുന്നുണ്ട്. അതിൻ്റെ ഒപ്പം 13,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഇൻകം, ക്യാഷ് ഇൻകം ആയിട്ട് നമുക്ക് സ്പോട്ടിൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ വിഡ്രോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. മറ്റ് കൺസെപ്റ്റുകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിഡ്രോയിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെല്ലാം ആ വിത്തിൻ എ സെക്കൻഡ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ആ 237 ടോക്കൺ നേരത്തെ പറഞ്ഞൊരു 5 വർഷം കൊണ്ട് 1,000 രൂപ ആയി കഴിഞ്ഞാൽ നമുക്ക് 2,37,000 രൂപയാണ് ടോക്കൺസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മുടക്കിയിട്ടുള്ള എമൗണ്ട് 20,000 രൂപയാണ്. ഒരു വ്യക്തിയെ റെഫർ ചെയ്തപ്പോൾ നമുക്ക് 13,000 രൂപയ്ക്ക് മുകളിൽ റിട്ടേൺ കിട്ടി. അതായത് ഇതാണ് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നത്, നമ്മളൊരു കമ്പനിക്ക് ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കുന്ന കൺസെപ്റ്റ് അല്ല. നമ്മുടെ സ്വന്തം ബിസിനസ്സായിട്ട് ചെയ്ത് നമ്മൾ എന്താണോ ആക്ടിവിറ്റി ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് കോയിൻ ഫോർജ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരമാണെന്ന് പറയുന്നത്. ഇനി സപ്പോസ് നമ്മളൊരു 3 പേരെ റെഫർ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ $190, അതായത് 4 സ്ലോട്ട് ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു 3 പേരെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓൾമോസ്റ്റ് 30,000 രൂപ നമുക്ക് ഇൻകം വന്നിട്ടുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് ചെറിയൊരു വേരിയേഷൻ വന്നതെന്നുള്ളത് പേഴ്സണലി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഡെപ്തിൽ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഈ 3 റെഫറൻസ് കംപ്ലീറ്റ് ആയിരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ടോട്ടൽ 522 ടോക്കൺസ് കയ്യിലുണ്ടായിരിക്കും. ഏകദേശം 30,000 രൂപ നമുക്ക് കയ്യിലേക്ക് ക്യാഷായിട്ട് കിട്ടുകയും ചെയ്തു. 522 ടോക്കൺസ് നമ്മുടെ അസറ്റ്, ഫ്യൂച്ചറിലേക്കുള്ള അസറ്റായിട്ട് കയ്യിലുണ്ട്. ഒരു ബിറ്റ് കോയിൻ പോലെ 60 ലക്ഷം ഒന്നും ആയില്ലെങ്കിലും 5 വർഷം കൊണ്ടൊരു 1000 രൂപയാവുകയാണെങ്കിൽ നമുക്കൊരു 5 ലക്ഷത്തിൽ മുകളിൽ ആ കോയിൻസിൽ നിന്ന് നമുക്ക് റിട്ടേൺസ്, അല്ലെങ്കിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ അത്രയുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു ഈ റെഫറൻസിന് റിസ്ക് ഇല്ല, സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ്. എംപവർ എന്നുള്ളൊരു കമ്മ്യൂണിറ്റി നിയർ അറൗണ്ട് 1 ലക്ഷത്തിൽ മുകളിൽ ആളുകൾക്ക്, അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് കഴിഞ്ഞ 6 വർഷം കൊണ്ട് സേഫ് ആയിട്ടുള്ളൊരു ഇൻകം എത്തിച്ചു കൊടുക്കുന്നൊരു ഓർഗനൈസേഷനാണ്, വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, വലിയൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും നാളെ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് സാമ്പത്തികമായിട്ട് എത്താൻ സാധിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനി ഏറ്റവും ചെറിയൊരു സ്ലോട്ട്, അല്ലെങ്കിൽ ഒരൊറ്റ കോൺട്രാക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു $15, നിയർ അറൗണ്ട് ഒരു 1,600 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു പേടി അല്ലെങ്കിൽ ഒരു സംശയം ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്, ടെസ്റ്റ് ചെയ്ത് ട്രസ്റ്റോ കോൺഫിഡൻസോ വരുത്താനായിട്ട് വെറും ഒരു 1,600 രൂപ അല്ലെങ്കിൽ $15 പ്ലസ് അതിൻ്റെ ഗ്യാസ് ഫീസ് കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. $15 മുടക്കി ഒരു കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്നത് നേരത്തെ പറഞ്ഞു 50% ആയിരിക്കും. അപ്പോൾ ഒരു 7.5 ടോക്കൺസ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്തില്ല, ഒരു 5 വർഷം ആ കോയിൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് മാത്രം നമുക്കൊരു 1,000 രൂപ എത്തിക്കഴിഞ്ഞാൽ, ഒരു ടോക്കൺ 1,000 രൂപ എത്തിക്കഴിഞ്ഞാൽ 7,500 രൂപ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഒരു വ്യക്തിയിലേക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് 11.25 ടോക്കൺസ് കിട്ടുന്നുണ്ടായിരിക്കും. $12, അതായത് ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1,230 രൂപയ്ക്ക് മുകളിൽ റിട്ടേൺസ് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി ഇതന്നെ ഒരു 3 പേരിലേക്ക്, അല്ലെങ്കിൽ ഒരാളെ റെഫർ ചെയ്തപ്പോൾ നമ്മൾ ടോട്ടൽ ടോക്കൺസിൻ്റെ കൗണ്ട് എത്ര ആയിട്ടുണ്ടാവും? നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 7.5, റെഫർ ചെയ്തപ്പോൾ $15 75%, അത് 11.25 ടോക്കൺ. ടോട്ടൽ നമ്മുടെ കയ്യിൽ ഒരു 18 ടോക്കൺസിന് മുകളിലുണ്ട്. ഈ ഒരു 5 വർഷം കൊണ്ട്, അടുത്തൊരു 5 വർഷം കൊണ്ട് ടോക്കൻ്റെ വാല്യൂ 1,000 രൂപ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 18,000 രൂപയ്ക്ക് മുകളിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മളൊരു 3 വ്യക്തിയിലേക്ക്
ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അത് നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് കോൺട്രാക്റ്റ് ആണോ നമ്മളുടെ കസ്റ്റഡിയിൽ ഓൺ ചെയ്യുന്നത്, ഇതാണ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കോയിൻ ഫോർജിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒറ്റ കോൺട്രാക്റ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബിസിനസ് മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു അവസരം മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ 3 വ്യക്തികളിലേക്ക് ഒരൊറ്റ കോൺട്രാക്റ്റിൻ്റെ അവസരം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ 33 ടോക്കൺസ് കയ്യിലുണ്ടായിരിക്കും. നമുക്കൊരു $24 ഇൻകം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ മുടക്കിയത് 1600 രൂപയായിരിക്കും. 3 പേരിലേക്ക് ഈ ഒരു അവസരം കൊടുത്തപ്പോൾ നമുക്ക് ഏകദേശം 2500 രൂപ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു 33 ടോക്കൺ നമ്മുടെ ഭാവിയിലേക്കുള്ള അസറ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ സിനാറിയോ, ഒരു 1000 രൂപയുടെ സിനാറിയോ 5 വർഷം കൊണ്ട് സംഭവിക്കുകയാണ് ടോക്കൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 33,000 രൂപയ്ക്ക് മുകളിൽ വീണ്ടും ആ ടോക്കൺ എൻകാഷ് ചെയ്യാനുള്ള അവസരം, അല്ലെങ്കിൽ ആ CF എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി എൻകാഷ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് കോയിൻ ഫോർജ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയുള്ളൂ. ഞാൻ കഴിഞ്ഞ 10 മാസത്തിൽ മുകളിലായിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ബ്രേക്ക് പോലും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്നോട് ഇന്ന് കണ്ട വ്യക്തി പറഞ്ഞ എനിക്ക് ഏറ്റവും എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു വാചകം എന്ന് പറയുന്നത്, ഞാൻ എത്ര മാസം ഇതിൻ്റെ ഒരു ആശങ്ക, അല്ലെങ്കിൽ ഇത് മറ്റ് കൺസെപ്റ്റുകൾ പോലെ തന്നെയാണോ എന്നൊക്കെ പുള്ളി തന്നെ ഒരു ഉള്ളിലൊരു തീരുമാനം എടുത്തിട്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ചിന്താഗതി അങ്ങനെയായിരുന്നു. ഇതൊരുപാട് പ്രൊജക്റ്റുകൾ കേട്ടിട്ടുള്ളതാണ് എന്നുള്ള പോലെ, അതേപോലെ ഇതിലിപ്പോൾ എൻ്ററാവാൻ മടിച്ചു നിൽക്കുന്ന വ്യക്തികൾ ചിന്തിക്കുന്ന അതേപോലെ തന്നെ ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഏകദേശം ഒരു 1.5 വർഷം, അല്ലെങ്കിൽ കോയിൻ ഫോർജ് സ്റ്റാർട്ട് ചെയ്തത് 2025 മാർച്ച് 13 ആയിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 14-15 മാസം അദ്ദേഹത്തിൻ്റെ ലൈഫ് വേസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 10 മാസമായിട്ട് എൻ്റെ വീഡിയോസ് പുള്ളി കാണുന്നുണ്ട്. ചുരുങ്ങിയത് ഒരു 10 മാസം അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഓപ്പർച്യൂണിറ്റി കയ്യിൽ വന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത്രയും സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കുക. ഇന്ന് അദ്ദേഹം എന്നെ കണ്ടു, സംസാരിച്ചു, സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് ഈ ഒരു ന്യൂസും, അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റൊന്നിൻ കർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ആശങ്ക മാറാനായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ ആരാണോ ഈ പ്രൊജക്റ്റിലേക്ക്, അല്ലെങ്കിൽ കോയിൻ ഫോർജ് എന്ന കൺസെപ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്, അദ്ദേഹത്തെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുക, ആശങ്ക മാറ്റുക, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുക, നമുക്കും നമ്മുടെ ഫാമിലിയെയും സംരക്ഷിക്കുക. അതിൻ്റെ ഉത്തരവാദിത്വം, ഫാമിലിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, കഴിഞ്ഞ 6 വർഷമായിട്ട്, അല്ലെങ്കിൽ 6 വർഷത്തിൽ മുകളിലായിട്ട് ഏകദേശം ഒരു 1 ലക്ഷം ഫാമിലിയിലേക്ക് നല്ല ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എംപവർ എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.